ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം എന്താ അറിയോ, ഒരു വെറൈറ്റി ആയിട്ട് ഒരു പാലക്ക് ചിക്കൻ ചീരയൊക്കെ ഇട്ട് ഒരു അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പാലക്ക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരു വെറൈറ്റിയാണ്, എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം നമുക്ക് ചിക്കൻ നമുക്ക് ഈ മസാലകളൊക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം. അപ്പോൾ നമുക്കത് ആദ്യം അത് മസാല തേച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ തൈര്. ഇത് നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ട് വയ്ക്കണം. ഒരു വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിൽ തന്നെ ഉള്ള വെള്ളം വന്നോളൂ. നമുക്ക് കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, കാരണം അതിലേക്കൊക്കെ അപ്പോൾ എല്ലാ മസാലകളും അതിന് പിടിച്ചോളും. നമുക്കൊക്കെ ഇത് റെഡിയായി, ഒന്ന് മാറ്റി വയ്ക്കാം അല്ലേ. നമ്മളിതിലേക്ക് 2 കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പാലക്കൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ആദ്യം വേവിക്കാം. അപ്പോൾ ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് കാട്ടണമെന്ന് അറിയോ, 1 ടീസ്പൂണ് പഞ്ചസാര ഇടുക. അപ്പോൾ നമ്മൾ ഈ പാലക്കേ ഒരു 3 മിനിറ്റ് നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ഐസ് ഇട്ട വെള്ളത്തിലേക്ക് ഇത് ഇടണം. കാരണം എന്താ അറിയോ, ഐസ് ഇട്ടത്ത് വെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് ഇത് നമ്മൾ ആ പച്ച കളർ അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഐസ് ഇട്ട വെള്ളത്തിലേക്ക് ഈ പാലക്ക് കോരിയിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പോൾ അത് ആയിക്കോളും ഉണ്ടോ. അപ്പോൾ നമ്മുടെ പാലക്കേ നമ്മൾ ഐസിലൊക്കെ ഇട്ടിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിയോ, ഈ പാലക്ക് നമ്മൾ നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഈ പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 3 സവാള, 2 തക്കാളി, കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ നമുക്ക് എരിവ് വേണ്ടവർക്ക് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൂട്ടാം. ഓക്കെ, വലിയ കഷ്ണം നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കണ്ടോ, ഒരു 10-12 വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വെളുത്തുള്ളിയും എന്താ പറയുക ഇഞ്ചിയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് അരയ്ക്കാം കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഓക്കെ, പിന്നെ നമ്മുടെ സവാളയും തക്കാളി നമുക്ക് പൊടി പൊടിയായിട്ട് അരിയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒരു 2 ബേ ലീഫ്, കുറച്ച് പെരിഞ്ചീരകവും 1 കഷ്ണം പട്ടയും 2 ഏലക്കായും അത് നമ്മളിതിലിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇതിലേക്ക് നമ്മൾ ആദ്യം ആ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിലിടാം. ഓക്കെ,
ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആ പച്ച മണക്ക പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളത് നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ എനിക്ക് കുറച്ച് 1 ടീസ്പൂൺ ആയിട്ടോ മല്ലിപ്പൊടി. നമ്മൾ ഓൾമോസ്റ്റ് മറ്റേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണും കൂടെ ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല ഇളക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ ആ തക്കാളി ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് തീ താഴ്ത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വേവിക്കാം കേട്ടോ. തുറന്നു നോക്കാം കേട്ടോ. അയ്യോ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുമോ, ഇനി നമ്മൾ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കല്ലേ അത് നമ്മളിതിലേക്കിടാം. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചാൽ മതി. 1 കപ്പ് വെള്ളം മതി കേട്ടോ. കാരണം എന്താ അറിയോ, നമുക്ക് ഇതിലേക്ക് ചിക്കൻ തന്നെ വെള്ളം വരും. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഇതിലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഞാൻ 2 പ്രാവശ്യം തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും നോക്കാം. നമ്മളത് നല്ല ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളമായിട്ട് കേട്ടോ. ഗ്രേവി വേണ്ടാത്തവർക്ക് നമുക്ക് ഈ അടച്ചു വയ്ക്കണില്ലേ, അടച്ചു വയ്ക്കാതെ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ഗ്രേവി ഉണ്ടാവില്ല. കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ ഈ പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനൊക്കെ ആകുമ്പോഴേ ചോറ് സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അയവ നല്ല ഉപ്പൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാലക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്ക് അരച്ച് വെച്ചാട്ടോ അത്. അപ്പോൾ നമുക്കിതിനി കറിയിലൊഴിക്കാം. കാരണം നമ്മൾ ആ ഐസിലൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മളങ്ങനെ ആ പച്ച കളർ അങ്ങനെ നിൽക്കുന്നത്. നമുക്ക് നല്ല ഇളക്കി ഇതിനെ പിടിപ്പിക്കാം. കണ്ടോ ആ പച്ച കളറൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ. നമുക്കൊന്നും കൂടി വേവിച്ചായിട്ടോ. നമുക്ക് ഇനി കുറേ ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ കുറേ വേവിക്കുമ്പോൾ അതിൻ്റെ പച്ച കളറൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവസാനം നമ്മൾ കുറച്ച് നമ്മളുടെ ഒരു ഇതിന് കുറച്ച് കോക്കനട്ടിൻ്റെ മിൽക്കില്ലേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്ക് ചിക്കൻ റെഡി. അപ്പോൾ നമ്മുടെ പാലക്ക് ചിക്കൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അത് നമ്മളൊരു പൊറോട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ടയുടെ കൂടെ നമ്മുടെ പാലക്ക് ചിക്കൻ
അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും പാലക് ചിക്കൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.